നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മാള സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സ്ഥാനാർബുദ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി. എ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കായി മാത്രം നടത്തുന്ന ക്യാമ്പിൽ പ്രശസ്ത ക്യാൻസർ ചികിത്സകൻ ഡോക്ടർ വി ഗംഗാധരൻ നേതൃത്വം നൽകുന്ന കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയാണ് നേതൃത്വം നൽകുന്നത്. സെക്രട്ടറി നിസ അഷ്റഫ്, രക്ഷാധികാരികളായ ഷീല ജോസ്, ലിസി ജോണി, ഷാജി തോമസ്, എം വിജയകുമാർ, TS രഘുനാഥ്, ട്രഷറർ KK ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ സമ്മാന വിതരണവും പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ചവർക്കുള്ള ആദരവും നടക്കും. പുനർജനി ഹാളിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായിരിക്കും. ആൽഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും SAPC അംഗവും +2 പരീക്ഷയിൽ ഫുൾ A+ നേടുകയും ചെയ്ത തൗഫീഖ് റഹ്മാനും SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച ആൽഫ കുടുംബാംഗം MH ഹീരയ്ക്കുമാണ് ആദരം നൽകുക. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ വിമൻസ് കോളേജിൽ ആരുഷ് ക്ലബ് രൂപീകരണം നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് രമ്യ R ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫ കൊല്ലം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, SAPC കൊല്ലം കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ എന്നിവർ നേതൃത്വം നൽകി. ഗിഫ്റ്റിംഗ് ഗ്രീൻ ഫ്യൂച്ചർ ക്ലബ് ഇൻചാർജുമാരായ ദിവ്യ S, സോന എന്നിവർക്ക് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. ആൽഫ ആലപ്പുഴ സെന്ററിന്റെ അവലോകന യോഗം നാളെ സെന്ററിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന യോഗത്തിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഷാജി ജമാൽ, സെക്രട്ടറി തോമസ് ജോർജ് എന്നിവർ അറിയിച്ചു. ആൽഫ തൃശൂർ സെന്റർ വോളണ്ടിയർമാരുടെയും സ്റ്റാഫിന്റെയും സംയുക്ത അവലോകന യോഗം നാളെ സെന്ററിൽ നടക്കും. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ കൂടുതൽ സ്പോൺസർഷിപ്പ് നേടിയവരിൽ 2ാം സ്ഥാനം ലഭിച്ച സെന്റർ ക്യാമ്പയിൻ വിജയിപ്പിക്കാനായതിന്റെ വിവിധ വശങ്ങളും ചർച്ച ചെയ്യും. ഒപ്പം ക്യാമ്പയിനിൽ സമ്മാനാർഹരായുള്ള സമ്മാന വിതരണം നടത്തുമെന്ന് സെക്രട്ടറി സജീവ് CK അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.